ഇന്ന് ദുഃഖവെള്ളിയാണ്. വിശ്വാസികൾ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. മുനമ്പം, ലഹരി, വന്യജീവി ആക്രമണങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ സൂചിപ്പിച്ചായിരുന്നു ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ ദുഃഖവെള്ളി സന്ദേശം. മുനമ്പം ജനത ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രതീകമെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ഡെനെറ്റോ പറഞ്ഞു. തങ്ങളുടെ ഭൂമിയും ഭവനവും സംരക്ഷിക്കാൻ പോരാടുന്ന മുനമ്പം നിവാസികൾ തൊഴിലും തീരവും ആഴക്കടൽ മത്സ്യ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കാൻ കടൽ മണൽ ഖനനത്തിനെതിരെ പോരാടുന്ന തീരദേശ ജനത വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്ന മലയോര ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ആളുകൾ ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തുന്ന ആശാപ്രവർത്തകർ, ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും വീണ്ടെടുക്കാൻ പൊരുതുന്ന ജനവിഭാഗങ്ങൾ, ഇവരോടൊപ്പം ചേരാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുമോ? എന്നാൽ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നും സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന് കരുതുന്നില്ലെന്നും കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. കോടതി വിധി തന്നെയാണ് അന്തിമമാകുകയെന്നും ആർച്ച് ബിഷപ്പ്. മുനമ്പത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഏതാണ്ട് 610 കുടുംബങ്ങൾ ദുഃഖിതരാണ്, വേദനയിലാണ്. അപ്പോൾ അത് പരിഹരിക്കേണ്ട കടമ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും മറ്റുള്ള എല്ലാ പാർട്ടിക്കാർക്കുമുണ്ട്. ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടാനല്ല ഓരോ ഗവൺമെൻറ്റും ആഗ്രഹിക്കുക. കാരണം അത് പരിഹരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ഒരു മൈലേജ് കൂടെയല്ലേ. അപ്പോൾ മനഃപൂർവ്വം ഇത് മാറ്റിവെച്ച് അത് തടസ്സപ്പെടുത്തുകയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് വന്നാലും കോർട്ട് ഇടപെട്ടത് കാരണം കോർട്ടിൻ്റെ വിധിയായിരിക്കും അന്തിമ വിധി. ലഹരിക്കെതിരെയുള്ള സന്ദേശമായിരുന്നു സിറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലെമീസിന്റേത്. ബുദ്ധി നശിച്ചുപോയ, ആലോചനാ ശക്തി പാടെ ഇല്ലാതായി പോകുന്ന, ഒന്നിനോടും പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു തലമുറയെ അവശേഷിപ്പിക്കുന്നതിന് ഗൂഢസംഘങ്ങൾ ലഹരിയുമായി നമ്മുടെ വീടിന്റെ മുൻപിലും കലാലയങ്ങളുടെ മുൻപിലും പൊതുസ്ഥലത്തും അഴിഞ്ഞാടുമ്പോൾ ക്രൂശ് ഉയർത്തി നമുക്ക് പറയാം, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മലയാറ്റൂരിൽ നിന്ന് YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. യേശുവിന്റെ പീഡാനുഭവങ്ങളെ ഒപ്പം തന്നെ സഹനങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന കുരിശു മരണത്തെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ദുഃഖവെള്ളി. ആ ദുഃഖവെള്ളിയുടെ ഭാഗമായിട്ടാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. വലിയ തീർത്ഥാടക പ്രവാഹം ഈ വിശുദ്ധ വാരത്തോടനുബന്ധിച്ച് ഓശാന ഞായർ മുതൽ ഇങ്ങോട്ടുള്ള ദിവസങ്ങളിലുണ്ടായിരുന്നു. ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്നവർ, ഇതര മതത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ തന്നെ ഇവിടേക്ക് ഈ മലയാറ്റൂർ മല കയറാനായിട്ട് എത്തുന്നുണ്ട്. നമുക്കറിയാം, ഈ മലയാറ്റൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത 14 സംഭവങ്ങളാണ് യേശു തന്റെ ജീവിത വഴിയിൽ സഹിച്ചിട്ടുള്ളത്. ആ 14 സംഭവ സ്ഥലങ്ങളെ വിസ്തരിക്കുന്ന കുരിശ് മൂടികൾ ഇവിടേക്ക് ഉണ്ട്. അടിവാരം മുതൽ കുരിശു മൂടി വരെ ഇത്തരത്തിലേക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ വ്രത അനുഷ്ഠാനങ്ങളോടുകൂടി ഈ മല കയറിപ്പോകുന്നതാണ്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് അടിവാരത്താണ്. അടിവാരത്തിലൂടെ ധാരാളം തീർത്ഥാടകർ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും അവരോട് തന്നെ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, എവിടെന്നാ വരുന്നത്? പരിപ്പ് കോട്ടയം പരിപ്പ്. രാവിലെ ഇറങ്ങിയോ? രാവിലെ ഇറങ്ങിയതാ. 5 മണിയൊക്കെ ആയപ്പോ ദിവാരം എത്തിയതുള്ളൂ. ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടോ? ക്ഷീണമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എങ്ങനെയാണ്? ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. വ്രതാനുഷ്ഠാനം അങ്ങനെ വ്രതാനുഷ്ഠാനങ്ങളൊന്നുമില്ല. ഏതായാലും എല്ലാ വർഷവും വരാറുണ്ട്. ചേട്ടാ, എവിടെന്നാ വരുന്നത്? ആറക്കോട്. രാവിലെ ഇറങ്ങിയോ? ഇന്നലെ 10:30 വൈകുന്നേരം. അങ്ങനെ ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്നു? ക്ഷീണമുണ്ട്, ചൂടുണ്ടല്ലോ, കാലാവസ്ഥ നല്ല ചൂടല്ലേ. ഞങ്ങള് എല്ലാവരോടും ഒരുമിച്ചാണോ? അല്ല, ഫ്രണ്ട്സ് ഒരുമിച്ച്. എങ്ങനെയുണ്ട്? മേള കയറണ്ടേ? എവിടെ നേടാ? കാഞ്ഞൂര്. അടുത്ത് തന്നെ. അപ്പം അടുത്ത് തന്നെയാണ്.
തിരക്കും എല്ലാ വർഷവും വരാം. എല്ലാ വർഷവും വരാറുണ്ട്. അപ്പൊ അതുതന്നെയാണ് അടുത്തുനിന്നുള്ളവർ, പല ഭാഗത്തു നിന്നുള്ളവർ. നമുക്കറിയാം ഈ മലയാറ്റൂരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല ഇവിടേക്ക് എത്തുന്നത്, മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി ഇവിടെ എത്താറുണ്ട്, ദിനംതോറും ഇവിടെ എത്താറുണ്ട്. പിന്നെ ദുഃഖവെള്ളിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ 14 സംഭവ സ്ഥലങ്ങളിൽ 14 കുരിശുമൂടികളിലും കൃത്യമായി തന്നെ ഇവർക്ക് ഉള്ള ജലം, ഒപ്പം തന്നെ ഭക്ഷണം ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് പ്രത്യേക പ്രാർത്ഥനകൾ കുരിശുമുടിയിൽ നടക്കുകയും ചെയ്യും. അടിവാരം മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ പള്ളികളിലും വലിയ രീതിയിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട പിതാക്കന്മാരായിരിക്കും അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ചെയ്യുന്നത്. വിശുദ്ധവാരം ആരംഭിച്ച് ഓശാന ഞായർ മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ ദിവസങ്ങളിലും വലിയ തീർത്ഥാടക ഒഴുക്കാണ് മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇന്ന് ദുഃഖവെള്ളി ദിനത്തിലും അത് അങ്ങനെ തന്നെ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.